ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കീം പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ മാർക്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ വർഷത്തെ പ്രവേശന പ്രക്രിയയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. പാലക്കാട് നിപ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനും രോഗബാധയെന്ന റിപ്പോർട്ട്. ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ അഭിനന്ദിച്ച് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പൊതുജനാരോഗ്യത്തിലും വനിതാ ശിശു വികസന രംഗത്തും കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ICMR. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. കർക്കിടകം 1 നാളെ രാമായണ മാസാചരണത്തിന് തുടക്കമാകും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഉൽപാദനക്ഷമത, വിളവെടുപ്പ്, വായ്പാ വിതരണം എന്നിവയിൽ പിന്നിൽ നിൽക്കുന്ന 100 ജില്ലകളെ തിരിച്ചറിഞ്ഞ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ യാത്രയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രമേയം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. ഗഗൻയാൻ, ഇന്ത്യയുടെ ബഹിരാകാശ നിലയം എന്നിവയുൾപ്പെടെയുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന ചവിട്ടുപടിയാണിതെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടുകയാണ് ലക്ഷ്യം. ഈ മാസം 21 മുതൽ അടുത്ത മാസം 21 വരെയാണ് വർഷകാല സമ്മേളനം. പാലക്കാട് ചങ്ങലേരിയിൽ കഴിഞ്ഞ ദിവസം നിപ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനും രോഗബാധ സ്ഥിരീകരിച്ചതായി വിവരം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 32-കാരനായ യുവാവിന് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം പാലക്കാട് നിപ സ്ഥിരീകരിച്ച രണ്ടാമത്തെ രോഗിയുടെ റൂട്ട് മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും സന്നിഹിതരായിരുന്നവർ നിപ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പാലക്കാട്ടെ നിപ ബാധയുടെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ജൻശിക്ഷൻ സംസ്ഥാന്റെ ഗുണഭോക്തൃ സംഗമവും പ്രദർശനവും കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി നാളെ രാവിലെ മലപ്പുറം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ JSSന്റെ കീഴിൽ പരിശീലനം പൂർത്തീകരിച്ച 1800 ഗുണഭോക്താക്കൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അദ്ദേഹം നിർവഹിക്കും. ഈ വർഷത്തെ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് പരിപാടി. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളിലെ 450 ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലന പദ്ധതിയുടെ ചുമതല കോട്ടയം IITക്കാണ്. ശനിയാഴ്ച നടക്കുന്ന പാലക്കാട് IITയുടെ 7ാമത് ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുഖ്യാതിഥിയാകും. IIT ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാൻ രമേശ് വെങ്കടേശ്വരൻ അധ്യക്ഷനാകും. 328 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും. രോഗം ബാധിച്ച തെരുവുനായ്ക്കളെ വെറ്ററിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മന്ത്രിമാരായ MB രാജേഷ്, J ചിഞ്ചുറാണി എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തെരുവുനായ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ABC ചട്ടങ്ങളിലെ ഇളവിനായി കേന്ദ്ര സർക്കാരിനെ വീണ്ടും സമീപിക്കുമെന്നും മന്ത്രി MB രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് മാസത്തിൽ തന്നെ തെരുവ് നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞം ആരംഭിക്കും. പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വന്ധ്യംകരണത്തിലേക്കും കടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 152 പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആരംഭിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളും ഐഡന്റിഫൈ ചെയ്യണം. പട്ടിയെ പിടിക്കാനുള്ള പരിശീലനം ലഭിച്ച ആളുകളെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കും. ABC ചട്ടങ്ങളിൽ ഇളവിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അഭിനന്ദിച്ച് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMRന്റെ വിദഗ്ധ സംഘം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ചു. പൊതുജനാരോഗ്യ രംഗത്തും വനിതാ ശിശു വികസന രംഗത്തും കേരളം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സംഘം അഭിപ്രായപ്പെട്ടു. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രതിരോധത്തിനുമായുള്ള ദേശീയതല ഗവേഷണ പദ്ധതിയിൽ കേരളത്തെ തെരഞ്ഞെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം.
സംഭരണ ശീതീകരണ സൌകര്യങ്ങളുള്ള ക്ഷീര സംരംഭങ്ങളെ കാർഷിക താരിഫിൽ ഉൾപ്പെടുത്താനുള്ള KSEB തീരുമാനത്തെ സ്വാഗതം ചെയ്ത മിൽമ 1000 വാട്ട് വരെ 65 രൂപ ഈടാക്കിയിരുന്ന വൈദ്യുതി നിരക്ക് ഇനി കിലോ വാട്ടിന് 30 രൂപയായി കുറയും. സംസ്ഥാനത്തെ സഹകരണ ക്ഷീര പ്രസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണ് യാഥാർത്ഥ്യമായതെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കീം പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ മാർക്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ വർഷത്തെ പ്രവേശന പ്രക്രിയയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. പരീക്ഷയിലെ മാർക്ക് ഏകീകരണം സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളി. ജസ്റ്റിസ് PS നരസിംഹയും ജസ്റ്റിസ് AS ചന്ദൂർക്കറും ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. കീം വിഷയത്തിൽ ഓഗസ്റ്റ് 14-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്ന AICTE മാർഗനിർദ്ദേശം സംസ്ഥാന സർക്കാർ പാലിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. എല്ലാ വിദ്യാർത്ഥികൾക്കും നീതിയുക്തമായി പ്രവേശനം ഉറപ്പാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രോസ്പെക്ടസിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചതെന്നും അടുത്ത വർഷം പുതുക്കിയ ഏകീകരണ നടപടി പ്രകാരം എഞ്ചിനീയറിംഗ് പ്രവേശനം നടത്താൻ ശ്രമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കീം വിഷയത്തിലെ സംസ്ഥാന സർക്കാർ നടപടി പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടമാക്കിയതായി മുൻ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരള സർവകലാശാലയിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നിരവധി ഫയലുകൾ കെട്ടിക്കിടക്കുകയാണെന്ന പരാതി ഉയർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഉന്നയിച്ചു. കുട്ടികളുടെ ഭാവിയെ സാരമായി ബാധിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം സതാംപ്ടണിലെ റോസ് ബൌൾ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 14 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺ എന്ന നിലയിലാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് തന്ത്രി കണ്ഠരൻ ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു. ശക്തമായ മഴയെ അവഗണിച്ച് ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്ന് ശബരിമലയിലെത്തിയത്. കർക്കടകം 1 നാളെ മുതൽ എല്ലാ ദിവസവും 18-ാം പടിയിൽ പടിപൂജ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10 മണിക്ക് അടയ്ക്കുന്ന ക്ഷേത്രനട നിറപുത്തരിക്കായി 29-ന് വീണ്ടും തുറക്കും. 30-നാണ് നിറപുത്തരി. കർക്കിടകം 1 നാളെ രാമായണ മാസാചരണത്തിന് തുടക്കമാകും. നാലമ്പല തീർത്ഥാടനവും ഇതോടൊപ്പം ആരംഭിക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നാളെ ആനയൂട്ടും ഗജപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. 60-ലേറെ ആനകൾ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. എല്ലാ വർഷവും കർക്കിടകം 1 നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും ഗജപൂജയിലും ആനയൂട്ടിലും കേരളത്തിലെ 60-ലേറെ ആനകൾ പങ്കെടുക്കാറുണ്ട്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പുലർച്ചെ 5-ന് ആരംഭിക്കും. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗജപൂജയും ഇത്തവണയുണ്ടാകും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് തെക്കേ ഗോപുരനടയ്ക്ക് സമീപം ബാരിക്കേഡ് കെട്ടി അതിനകത്താണ് ആനകളെ നിരത്തി നിർത്തുക. ആനയൂട്ട് രാവിലെ 9 മണിയോടെ ആരംഭിക്കും. 43ാമത് വർഷത്തെ ആനയൂട്ടാണ് ഇത്തവണ നടക്കുന്നത്. നിയുക്ത രാജ്യസഭാംഗം C. സദാനന്ദന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി ഏൽപ്പിച്ച ദൌത്യം പൂർത്തിയാക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ, ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, പാർട്ടിയുടെ നോർത്ത് ജില്ലാ അധ്യക്ഷൻ KK വിനോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലും അനുബന്ധ പോസ്റ്റ് ഓഫീസുകളിലും ഈ മാസം 20, 21 തീയതികളിൽ തപാൽ സേവനം തടസ്സപ്പെടും. തപാൽ ശൃംഖലയിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന IT 2.0 റോൾ ഔട്ട് നവീകരണ പദ്ധതിയുടെ ഭാഗമായി ഓഫീസുകൾ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നതിനെ തുടർന്നാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കീം പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ മാർക്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ വർഷത്തെ പ്രവേശന പ്രക്രിയയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി.
പാലക്കാട് നിപ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മകനും രോഗബാധയെന്ന റിപ്പോർട്ട്. ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ അഭിനന്ദിച്ച് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പൊതുജനാരോഗ്യത്തിലും വനിതാ ശിശു വികസന രംഗത്തും കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ICMR. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. കർക്കിടകം 1 നാളെ രാമായണ മാസാചരണത്തിന് തുടക്കമാകും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.